കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ചില സമയത്ത് നമ്മൾ തളർന്നു പോവില്ലേ? അതുപോലെയുള്ള ചില നിമിഷങ്ങളും സിറ്റുവേഷനുകളൊക്കെ എന്നിൽ നിന്ന് മാറിപ്പോയി. എന്ന് പറയാറായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ഇളവൻ്റെ പകുതിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ചേനയും പിന്നെ കുറച്ച് അധികം പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ പച്ചമുളകൊക്കെ നന്നായിട്ട് കീറി നല്ല തെളിഞ്ഞ വെള്ളത്തിൽ, കറിക്കുള്ള വെള്ളമാണ് ഇപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ട് കഷ്ണങ്ങളൊക്കെ നല്ല സൂപ്പറാക്കി കഴുകി പെറുക്കിയിടുകയാണ്. ചേനയും കുമ്പളങ്ങയും. ചേന അധികം വേവില്ലാത്ത ചേനയാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് കാരണം തന്നെ ഞാൻ ചേനയും കുമ്പളങ്ങയും കൂടെ ഒരുമിച്ചാണ് വെക്കുന്നത്. ഇത്രയും പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് മാത്രമാണ് ഈ കറിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി കറീൻ്റെ കൂടെ തന്നെയാണ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും ചേർക്കുന്നത്. ഇനി ഒന്ന് കലക്കിയിട്ട് കൈകൊണ്ടൊക്കെ ഒന്ന് കലക്കി സെറ്റാക്കിയാലാണ് നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് സെറ്റാകുന്നത്. അപ്പോൾ ഒന്ന് കലക്കി റെഡിയാക്കി ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം, കത്തിക്കാം. ഇനി അടുപ്പത്തിരുന്ന് അത് കത്തട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു 3/4 ഭാഗം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ അരപ്പ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളമൊന്നും ചേർക്കണം കേട്ടോ. വെള്ളം ഇല്ലാണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കാം. നല്ല കുഴാന്നിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ തിളച്ച് വെന്ത് വെള്ളം കുറേശ്ശൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റിക്കണം, പിന്നെ കഷ്ണങ്ങളൊന്നും കൂടി വെന്തിക്കണമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. കണ്ടാൽ മാത്രം പോരല്ലോ, അതൊന്ന് നമ്മൾ കഷ്ണങ്ങളെടുത്തൊന്ന് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പിട റെഡി ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യത്തിന് കട്ടത്തൈര് ഞാനതിലേക്ക് എടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കട്ടത്തൈര് എടുക്കുമ്പോൾ ആ കട്ടത്തൈരിന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മൾ കറി ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല അടിപൊളി മിൽമയുടെ ക്ലാസിക് എന്ന് പറഞ്ഞ കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി കട്ടത്തൈരും ഇതും കൂടി ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പാകത്തിന് നമ്മുടെ തൈരും തേങ്ങയും കൂടെ ഒരുമിച്ച് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇനി തിള വരാനുള്ള ചാൻസ് ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പൊന്തി വരുമ്പോഴത്തേന് നമ്മൾ കറി വാങ്ങി വെക്കണം. എന്ന് വെച്ചാൽ തേങ്ങ വേവാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോരൂട്ടാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കത്തണമൊന്നുമില്ല ഇപ്പോൾ തീ കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ചൂട് പൊന്തണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ മോരൂട്ടാൻ ഉള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാണുമ്പോൾ വിചാരിക്കും കളറൊന്നും ഇല്ലയെന്ന്, പക്ഷെ അത്യാവശ്യം മഞ്ഞ കളറ് കറിക്കുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ജീരകം അരയ്ക്കുമ്പോഴുള്ള അതിൻ്റെ ടേസ്റ്റും ഒക്കെയാണ്. പച്ചമുളകിന് പ്രത്യേക ടേസ്റ്റാണല്ലോ, ആ ഒരു ടേസ്റ്റ് നമ്മുടെ കൂട്ടാനിലുണ്ട്. അപ്പോൾ ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഞാൻ തിളയ്ക്കുന്നതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒന്നിങ്ങോട്ട് ഇതാക്കുമ്പോഴത്തേന് ഇപ്പോൾ തിള വന്നു. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ വറവിടുന്നതിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഉലുവയിലാണ് ഞാൻ മോരൂട്ടാൻ താളിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉലുവയും ഒക്കെയാണ്. ഇത്തിരി വെളിച്ചെണ്ണ നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ആ ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഉലുവ ഒന്ന് കരിഞ്ഞല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മുളകും പൊടി ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കിന് ഇത്തിരി മഞ്ഞൾപ്പൊടി
അപ്പോൾ അടുപ്പായ കാരണം അടുപ്പത്തുനിന്ന് നമ്മുടെ ചീനച്ചട്ടി വാങ്ങി വെച്ചതിന് ശേഷം മാത്രമാണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ നമ്മുടെ കറിയിലേക്ക് ചേർക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ വറവിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇത്തിരി കളറും ആവും, കഴിക്കുമ്പോഴാണെങ്കിലും കാണാനാണെങ്കിലും ഇത്തിരി ചന്തം കൂടും. അപ്പോൾ ഈ നേരത്ത് ഞാനിതാ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് മൂത്തിന് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടാനിവിടെ റെഡി ആയപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറി ഒന്ന് കൂട്ടാൻ തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ കറി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഉച്ചത്തെ കാര്യം ഇന്ന് കുശാലായി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ട് സുഖമായിരിക്കുകയാണ്. കാരണം 2:30 കഴിയുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ കൂട്ടാൻ ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഈ കൂട്ടാൻ്റെ ടേസ്റ്റൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മോരൂട്ടാൻ കണ്ടില്ലേ? ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോവല്ലേ.